ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്യൂഷൻ കറി വ്ളോഗ്സ്. ഇന്നത്തെ നമ്മുടെ ഡിഷ് ചിക്കൻ ചില്ലി ഫ്രൈ. കഴുകി അരിഞ്ഞു വച്ചിരിക്കുന്ന 500 ഗ്രാം ചിക്കൻ പീസിലേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ വിനേഗർ, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം, ഒരു മുട്ട, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടീസ്പൂൺ മൈദ, 1 ടീസ്പൂൺ കോൺഫ്ലോർ. ഇതെല്ലാം ചേർത്ത് ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക. മാരിനേറ്റ് ചെയ്ത ശേഷം 10 മിനിറ്റ് മാറ്റി വെക്കാം. ഇതിന് ശേഷം ചൂടായ ഒരു കടായിലേക്ക് ഇത് വറുത്തെടുക്കുന്നതിനാവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ചൂടായ എണ്ണയിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് വറുത്തെടുക്കാം. വിത്ത് ബോൺ ചിക്കൻ പീസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ബോൺലെസ് പീസും ഇതിനായി ഉപയോഗിക്കാവുന്നതാണ്. ഫ്രൈ ആയ ചിക്കൻ പീസ് ഒരു സ്റ്റെയിനറിലേക്ക് കോരി മാറ്റാം. ബാക്കിയുള്ള ചിക്കൻ കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ എല്ലാം തന്നെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മറ്റൊരു കടായിൽ ഇതിനായിട്ടുള്ള മസാല തയ്യാറാക്കാം. കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം 4 വറ്റൽമുളക്, വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് 2 ടീസ്പൂൺ, ഇഞ്ചി നീളത്തിലരിഞ്ഞത് 2 ടീസ്പൂൺ, ഇവ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് വാടിയതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള, ഞാനിവിടെ 2 സവാളയാണ് എടുത്തിരിക്കുന്നത്, സ്ലൈസ് ചെയ്തത്, അത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള കുറച്ചൊന്ന് വാടിയതിന് ശേഷം അതിലേക്ക് 2 പച്ചമുളക് നീളത്തിലരിഞ്ഞത് ചേർക്കാം. കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് വഴറ്റുക. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം മല്ലിപ്പൊടി 1 ടീസ്പൂൺ, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇവ ചേർത്ത ശേഷം ഇളക്കുക. ഇതിന് ശേഷം ഇതിലേക്ക് നീളത്തിലരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു 2 തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിന് ശേഷം ഗരം മസാല 1 ടീസ്പൂൺ,
പെരിഞ്ജീരകം 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഇവ കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഇളക്കുക. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചില്ലി ഫ്രൈക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന ചിക്കൻ പീസ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ പീസ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കാം. നന്നായിട്ട് മസാല ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചിക്കൻ ചില്ലി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സ്റ്റാർട്ടറാണ്. നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങൾക്കും വീടുകളിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടറാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ഡിഷുമായി കാണും വരെ ഗുഡ് ബൈ.